ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, രണ്ടാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി 3 പരിഗണിക്കുകയാണ് എന്നതാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി 3 ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പ്രധാനമായി ഹൈക്കോടതി ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. സമാന സാഹചര്യമാണ് രണ്ടാമത്തെ കേസിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വേണമെന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായി പറയുന്നത്. ഈ പരാതിയിൽ പേരോ മറ്റു വിവരങ്ങളോ പോലുമില്ല, വ്യാജ പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ അടിയന്തരമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്ന് ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. അനുജ, ഇതിലിപ്പോൾ ഈ അറസ്റ്റ് തടയണമെന്നുള്ളതാണോ പ്രധാനമായും? അതിൽ എന്താണ് കോടതി പരിഗണിക്കുന്നത്, ഉമേഷ്? അറസ്റ്റ് തടയുന്നതിനൊപ്പം മുൻകൂർ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കണം. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് പ്രാഥമികമായി അറസ്റ്റ് തടയുന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് തുടർ വാദം കേൾക്കുന്ന നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. പ്രാഥമികമായി തന്നെ അറസ്റ്റ് തടയണം, അതിനുശേഷം ആവശ്യമെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാദങ്ങളിലേക്ക് പോകാമെന്നുള്ള അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമികമായി ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായി ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് രണ്ടാമത്തെ പരാതിയിലും അറസ്റ്റ് തടയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പീഡന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി 3 ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി അറസ്റ്റ് തടയണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിനുശേഷം മുൻകൂർ ജാമ്യത്തിൽ വിശദമായി തന്നെ കോടതി വാദം കേൾക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ഇതിന്റെ കോടതി തീരുമാനം വരുന്ന മുറയ്ക്ക് നമ്മൾ ആദ്യം തന്നെ ആ വിവരം പ്രേക്ഷകരെ അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.